ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി സ്നാക്കാണ് കേട്ടോ, അരിയുണ്ട. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന അരി ചാക്കരിയാണ്. മട്ടയരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് അടുപ്പിലിട്ട് വറക്കുന്നത്. ഓട്ടുവറ വറുത്താൽ മതി. ചട്ടി നല്ല പൊള്ള ചൂടിലിരിക്കും വേണം കേട്ടോ നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടിത് വറുത്തെടുത്താൽ മതി. അല്ല നമ്മൾ ചട്ടി ചൂടാകാതെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അരി മൂരിച്ചു പോകും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അരിയുണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത് നന്നായിട്ട് ചൂടത്ത് കിടന്ന് നന്നായിട്ട് പൊട്ടി വന്നെങ്കിൽ മാത്രമേ അരിയുണ്ടയ്ക്കാണെങ്കിലും രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പൊട്ടി വരുന്ന നമുക്ക് മനസ്സിലാവും. കടുക് പൊട്ടുന്ന പോലൊരു ശബ്ദം ഇതിനകത്ത് കേൾക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നിറമൊക്കെ മാറി എല്ലാ അരി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ മാത്രമാണ് ഇത് പാകമാകത്തുള്ളൂ. അത്രയും നേരം നമ്മൾ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയും എണ്ണയൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. അതുകൊണ്ട് തന്നെയും കുട്ടികൾക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സ്നാക്സ് ബോക്സിനകത്ത് ഇത് രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി. അവർക്ക് ഇഷ്ടമായിക്കോളും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അരി ഏകദേശം പാകമായി വരുന്നുണ്ട്. എല്ലാം തന്നെ പൊട്ടി തീരാറായിട്ടുണ്ട്. കളർ മാറുന്നതനുസരിച്ച് നമുക്കത് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ വാങ്ങി വെക്കണം. ഇത് നമ്മുടെ അരി കറക്റ്റായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചേക്കാം. ഇത് നമ്മൾ തണുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കാനെടുക്കാം. ഇത്ര അരി ഉള്ളതുകൊണ്ട് ഞാൻ ഒരുണ്ട ശർക്കരയാണ് കേട്ടോ ഇതിന് ഉരുക്കാൻ വേണ്ടി വെക്കുന്നത്. ശർക്കര ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരി കുറേശ്ശെ എടുത്ത് പൊടിച്ചെടുക്കാം. ഒത്തിരി ചൂടാറിയില്ലെങ്കിലും നല്ല ചൂടിൽ പൊടിക്കാതിരിക്കുക. അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും കൂടെ ചേർക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പൊടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് ഏലക്ക പൊളിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി നൈസായിട്ട് പൊടിക്കണമെന്നില്ല കേട്ടോ. ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിയെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ശർക്കര ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിച്ചെടുക്കുന്ന ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഈ പൊടിയിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചൂടോടുകൂടി തന്നെ ഉരുട്ടുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുണ്ട് വരാൻ പാട് വന്നിട്ട് നമുക്കിത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തണുക്കാൻ നിൽക്കാതെ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുക. ചൂടോടുകൂടി തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് യോജിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ചൂടോടുകൂടി തന്നെ ഉരുട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉരുണ്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ വേണം ചെറുതാക്കി എടുക്കാം, മുഴുത്താക്കി വേണം മുഴുത്താക്കി എടുക്കാം. അങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡിയാവും. നമ്മളിത് ചൂടോടുകൂടി ഉരുട്ടുന്നതുകൊണ്ട് തന്നെയും പുറത്ത് വെച്ച് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഡെപ്പിയിലടച്ച് വെച്ചാൽ മതി. ഒരാഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാതിരുന്നുള്ളൂ കേട്ടോ. ഇത് തേങ്ങാക്കൊത്തും നട്ട്സും ഒക്കെ ഇതിനകത്ത് നമുക്ക് വറുത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.